ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ട്വിസ്റ്റർ എന്ന വണ്ടി. ഓയിൽ ചേഞ്ചും അതേപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. വാട്ടർ സർവീസ് മൈനർ ചെക്കപ്പ് ഇത്ര കേസിലാണ് വന്നേനെ കേട്ടോ. ജനറൽ സർവീസായിട്ടാണ് പറഞ്ഞായിരുന്നത്. പക്ഷേ ജനറൽ സർവീസിന് ഉള്ള കണ്ടീഷനിലേക്ക് ഇപ്പോൾ ചെയ്യുന്നില്ല. നിലവിൽ അത്യാവശ്യം വേണ്ട കേസ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ചെയിനൊക്കെ ഓടിച്ച് പോകുമ്പോൾ ചെയിനൊക്കെ നല്ല രീതിയിൽ ലൂസായിരുന്നു. അപ്പോൾ ചെയിനൊക്കെ ടൈറ്റ് ചെയ്ത് നമ്മളൊന്ന് ഓയിലൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എൻജിൻ നല്ല രീതിയിൽ സൗണ്ട് വേരിയേഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻജിനിലെ ഓയിലിൻ്റെ അളവാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻജിൻ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അതായത് ഓയിൽ കത്തി പോകുന്നുണ്ട്. ഓയിൽ കത്തുന്നത് കൊണ്ടാണ് നമുക്ക് ഓയിൽ ലെവൽ ഇങ്ങനെ കുറഞ്ഞു പോകുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്ക് ഓയിൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. ലെവൽ കുറഞ്ഞു പോകുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുക. അതല്ലെങ്കിൽ പിന്നെ അഴിച്ചിട്ട് എൻജിൻ്റെ ഭാഗം അഴിച്ചിട്ട് ആ പ്രോബ്ലം എന്താണോ അത് പരിഹരിച്ചു വിടണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിലവിൽ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്, വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ചെയിൻ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് മൈനർ ചെക്കപ്പായിട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്ക് ബ്രേക്കിൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഇരിക്കുന്ന മാസ്റ്റർ യൂണിറ്റാണ് കംപ്ലൈൻറ്റ് കേട്ടോ. അത് തൽക്കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ അതുകൊണ്ട് 100% ഒരു പരിഹാര മാർഗ്ഗമല്ല. അത് ഫുള്ളായിട്ട് അഴിച്ച് ആ മാസ്റ്റർ യൂണിറ്റ് ഈ ഇരിക്കുന്നതാണ് മാസ്റ്റർ യൂണിറ്റ് എന്ന് പറയാം. ആ ബ്രേക്ക് ലിവർ വന്ന ഐറ്റം, ആ റിസർവ് ടാങ്ക് വന്ന ഐറ്റം കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അത് മാറ്റി അടിയിലത്തെ കാളിപ്പർ അസംബ്ലിയൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്താലാണ് ഒരു ശാശ്വത പരിഹാരം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു വെച്ചൊരു കോസ്റ്റ്ലിയാണ്. കാരണം ഏകദേശം നമുക്കൊരു 1000-1500 രൂപ അടുത്ത് നമുക്ക് ആ ഡിസ്ക് മാസ്റ്റർ കിറ്റിന് മാത്രമായിട്ട് നമുക്ക് ചിലവ് തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തൊരു അത്യാവശ്യം എമൗണ്ട് വരും. അപ്പോൾ മാക്സിമം ചിലവ് ചുരുക്കിയ രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തേക്കണേ. ഡിസ്ക് ബ്രേക്ക് ഒരല്പം ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല, എന്നാലും അത് ലെവലാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ ഇടയ്ക്ക് ചെക്ക് ചെയ്തില്ലെങ്കിൽ വീണ്ടും കുറഞ്ഞു പോകും. ഓയിൽ മാറ്റി ചെയിൻ ബ്രേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. വാട്ടർ സർവീസ് അടക്കം ചെയ്യുന്നുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യണേ. ജനറൽ സർവീസായിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വർക്കും ചെയ്തിട്ടില്ല. അപ്പോൾ ഓയിലിൻ്റെ കേസ് ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്ന മറക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് എന്തായാലും നമുക്കൊരു 5.5 ആവും കംപ്ലീറ്റ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും, വാഷിംഗ് അടക്കം കേട്ടോ. കംപ്ലീറ്റ് ആയിക്കാൻ വിളിച്ചോളാം എന്തായാലും. ഓക്കെ.